രചനാ സംഭാഷണം രുദ്രപ്രിയ. പാടിക്കഴിഞ്ഞതും ദേവി ഏങ്ങലടക്കാൻ പാടുപെട്ട് ജയൻ്റെ കയ്യിൽ മുഖമമർത്തി വെച്ചു. ജയൻ അവളെ ഇടം കൈ കൊണ്ട് ചേർത്ത് പിടിച്ചപ്പോൾ അതിഥികൾ കൈയടിച്ച് സന്തോഷം അറിയിച്ചു. അപ്പോഴേക്കും ഹരിയും സിദ്ധുവും കൂടി എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയതും ജയൻ ദേവിയുടെ മുഖം പിടിച്ചുയർത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കാണേ ജയന് വേദന തോന്നി. എന്താ മോളെ നീ ഇങ്ങനെ? കുട്ടേട്ടാ, ഞാൻ വിവാഹം കഴിഞ്ഞതോടുകൂടി എൻ്റെ പാട്ടും നിന്നതാണ്. പിന്നീട് ഇടയ്ക്ക് ദേവേട്ടന് വേണ്ടി മാത്രമാണ് ഞാൻ പാടിയിരുന്നത്. വീട്ടിലെല്ലാവർക്കും അറിയാമെങ്കിലും ദേവേട്ടൻ്റെ വീട്ടിൽ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ആര് പറഞ്ഞ്? എനിക്കറിയാമായിരുന്നു നീ പാടുന്ന വിവരം. എന്നോടത് പറഞ്ഞത് ദേവനാണ്. നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളിൽ ദേവൻ നിന്നെക്കൊണ്ട് പാട്ട് പാടിക്കുമായിരുന്നു എന്ന് ദേവൻ തന്നെ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. ജയൻ പറഞ്ഞു നിർത്തി. എൻ്റെ ഭാര്യ പാടുന്നത് എനിക്ക് അഭിമാനമാണല്ലോ. ഇപ്പോൾ തന്നെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഒരുപടി മുകളിലാണ്. അതിന് കാരണം എൻ്റെ ദേവി. ജയൻ ആത്മാർത്ഥമായി തന്നെയാണ് അത് പറഞ്ഞത്. രണ്ടുപേരുടെയും സല്ലാപം കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് വന്ന് കഴിക്കാം. സിദ്ധു ഇടയ്ക്ക് കൂടി വന്ന് പറഞ്ഞപ്പോൾ ദേവി പെട്ടെന്ന് ജയനെ തള്ളി മാറ്റി. അപ്പോഴേക്കും മാതുമോള് സിദ്ധുവിൻ്റെ അടുത്ത് നിന്നും ഓടി അവരുടെ അടുത്തേക്ക് വന്നു. ജയൻ മോളെയും എടുത്തുകൊണ്ട് ദേവിയുടെ കൈയും പിടിച്ച് ഭക്ഷണം കഴിക്കാനായി പോയി. അതിഥികളെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് യാത്രയായത്. ഏറ്റവും അവസാനം പോയത് ഭവാനി അമ്മയും. പോകുന്നതിന് മുമ്പ് അവർ ദേവിയുടെ അടുത്തേക്ക് വന്നു. ഒരുപാട് സങ്കടം തോന്നുന്നു മോളെ. അമ്മയ്ക്കിപ്പോൾ നിന്നെ കാണുമ്പോൾ ഞാൻ ഒരുപാട് വേദനപ്പെടുത്തി. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയാതെ പോയി. എൻ്റെ മോന് യോഗമില്ലാതെയായി പോയി. എന്നാൽ എനിക്കിപ്പോൾ സന്തോഷമുണ്ട്. ജയൻ എൻ്റെ ദേവനെ പോലെയാണ്. അല്ല, ദേവൻ തന്നെയാണ്. അമ്മുവും ദത്തനും കൂടി ദേവിയുടെ അടുത്തേക്ക് വന്നു. അമ്മു ദേവിയെ ചേർത്ത് പിടിച്ച് കവിളിൽ ചുംബിച്ചു. എൻ്റെ ഏട്ടത്തിയുടെ പാട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു വിലസിയേനെ. ഇൻസ്റ്റാഗ്രാമിൽ എന്തുമാത്രം റീൽസ് നമുക്ക് പോസ്റ്റ് ചെയ്യാമായിരുന്നു. ഏട്ടത്തിയുടെ വോയിസും എൻ്റെ ലിപ്പും പൊളിച്ചേനെ ഞാൻ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. യോഗമില്ല അമ്മിണിയെ, പായമടക്കിയേരെ. ദത്തൻ്റെ ആ കളിയാക്കലും കൂടി ആയപ്പോൾ പെണ്ണിൻ്റെ കാര്യം തീർന്നു. സിദ്ധുവും രമ്യയും അമ്മയും അമ്മായിയും ഒക്കെ ഹരിയുടെ പിന്നാലെ ഇറങ്ങി. ദേവി ബാക്കിയുള്ള ജോലികൾ ചെയ്യാനായി റൂമിൽ പോയി ഡ്രസ്സ് മാറി വന്നു. അതൊക്കെ ഇന്നിനി ചെയ്യാൻ നിൽക്കണ്ട മോളെ. ഇപ്പോൾ തന്നെ നേരെ ഒരുപാടായി. മോള് പോയി കിടക്കാൻ നോക്ക്. നാളെ അപ്പുറത്തെ സുധയും കൂടി ചേർന്ന് ഒതുക്കുകയും പറക്കുകയും ഒക്കെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഇറങ്ങി വന്നതാണമ്മേ. ജയനും കൂടി അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ദേവിക്ക് അനുസരിക്കാതെ ഇരിക്കാൻ നിവർത്തിയില്ലാതെയായി. പിന്നെ അവൾ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി മോളുടെ അടുത്തേക്ക് കിടന്നു. അപ്പോഴേക്കും ജയനും എത്തി. ദേവി പിണക്കം നടിച്ച് മോളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നു. ജയൻ കിടന്ന ഉടനെ തന്നെ ദേവിയെ അവൻ്റെ നേർക്ക് തിരിച്ചു കിടത്തി. എന്താണ് എൻ്റെ പ്രിയതമയ്ക്ക് പിണക്കം? കിച്ചൺ കൂടി ക്ലീനാക്കിയിട്ട് കിടന്നാൽ പോരായിരുന്നോ കുട്ടേട്ടാ? ദേവി പരിഭവത്തോടു കൂടി ചോദിച്ചു. എൻ്റെ ദേവിയെ, നീ ഒട്ടും റൊമാൻറ്റിക് അല്ല. ഞാൻ ഇന്ന് എത്രമാത്രം സന്തോഷത്തിലാണെന്ന് തനിക്കറിയാമോ? അന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞ അന്ന് പോലും എനിക്ക് ഇത്രയും സന്തോഷമില്ലായിരുന്നു. അവൾ മുഖമുയർത്തി ദേവൻ്റെ മുഖത്തേക്ക് നോക്കി. നോക്കണ്ട, അതിന് കാരണം താൻ തന്നെയായിരുന്നു. എല്ലാവരും കൂടി തന്നെ നിർബന്ധിച്ചതല്ലേ ഈ വിവാഹത്തിലേക്ക് തള്ളിവിട്ടത്. അപ്പോൾ പിന്നെ മാതുമോൾക്ക് വേണ്ടി മാത്രമായിരുന്നു നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നിൻ്റെ മനസ്സിലെവിടെയൊക്കെയോ എനിക്കും സ്ഥാനമുണ്ട്. അതെനിക്കറിയാം. അതിൻ്റെ സന്തോഷം വളരെ വലുതാണ് ദേവി. ജയൻ പറയുന്ന ഓരോ വാക്കുകളും സത്യമായ കാര്യമായിരുന്നു. ശരിക്കും മാതുമോൾക്ക് വേണ്ടിയാണ് ഈ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ കുട്ടേട്ടനും മോളും ഇല്ലാതെ തനിക്ക് മുന്നോട്ട് ജീവിതം പറ്റില്ല. ഇപ്പോൾ ഇവരാണ് തൻ്റെ ലോകം. ഈ അച്ഛനും മകളും. ഒന്നുകൂടി ജയൻ്റെ മാറിലേക്ക് മുഖം ചേർത്ത് വെച്ചു. അവനെ അമർത്തി കെട്ടിപ്പിടിച്ചു. അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിൽ അമർന്നപ്പോൾ അറിയാതെ ജയനിൽ വികാരങ്ങൾ അണപൊട്ടാൻ തുടങ്ങി. ജയൻ കണ്ണുകൾ ഇറുക്കി അടച്ച് അവളുടെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന പെർഫ്യൂമിൻ്റെ ഗന്ധം അവനെ മത്തു പിടിപ്പിക്കാൻ തുടങ്ങി. അവളെ പുണരുന്ന അവൻ്റെ കൈ പതിയെ മാറ്റി. ജയൻ ദേവിയെ അവനിൽ നിന്ന് ബലമായി മാറ്റി. ദേവി ഞെട്ടിക്കൊണ്ട് ജയനെ നോക്കി. എന്താ കുട്ടേട്ടാ? എന്ത് പറ്റി? ഒന്നുമില്ലടോ, ഒന്നുമില്ല. അതെന്താ കുട്ടേട്ടൻ എന്നെ തള്ളി മാറ്റിയത്? എന്നോട് പിണക്കമാണോ? വീണ്ടും അവളുടെ ആ കണ്ണുകൾ നിറഞ്ഞു. അതാണോ എന്നെ ഇങ്ങനെ തള്ളി മാറ്റുന്നത്? കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ജയൻ കുഴങ്ങി. അവളുടെ കരച്ചിലിന് ആക്കം കൂടി വന്നു. ദേവി മോളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. കരച്ചിൽ ചീളുകൾ നേർത്ത തേങ്ങലുകളിലേക്ക് വഴിമാറി.
ജയൻ അവളുടെ അരികിലേക്ക് നീങ്ങിക്കിടന്ന് അവളെ ബലമായി തന്നെ തിരിച്ച് അവൻ്റെ നേരെ കിടത്തി. ആഞ്ഞവളെ പുണർന്നുകൊണ്ട് അവളുടെ മേലെ കയറി ഇരു കൈയും അവൾക്ക് അപ്പുറവും ഇപ്പുറവുമായി കുത്തി നിന്നു. പതിയെ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചു. നിന്റെ സാമീപ്യം എന്നെ കൊല്ലാതെ കൊല്ലുവാണ് ദേവിയെ. ഞാനൊരാണല്ലേടി. എൻ്റെ പെണ്ണിങ്ങനെ എന്നോട് ചേർന്ന് കിടക്കുമ്പോൾ എനിക്കെങ്ങനെയാടി അടങ്ങി കിടക്കാൻ കഴിയുന്നേ? അവളുടെ കാതോരം അത്രയും പറഞ്ഞുകൊണ്ട് ജയൻ അവളുടെ കാതിൽ ചുണ്ടു ചേർത്തു. അവൻ്റെ നിശ്വാസം അടിച്ചപ്പോൾ ദേവി പിടഞ്ഞുപോയി. അവനെ ചേർത്ത് പിടിച്ചു. ജയൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് ഊർന്നു. കഴുത്തിൽ മുഴുവനും ചുംബിച്ചു. അവളുടെ നിറകിലും കവിളിലും കണ്ണുകളിലും ഒഴുകി നടന്നു. ദേവിയുടെ ശരീരത്തിലും വികാരങ്ങളുടെ വേലിയേറ്റമുണ്ടായി. മനസ്സ് പിന്നിലേക്ക് വലിക്കുന്നുണ്ടെങ്കിലും ശരീരം ആഗ്രഹങ്ങളുടെ തീഷ്ണതയിൽ കടിഞ്ഞാനില്ലാത്ത കുതിരയെപ്പോലെ പായുകയാണ്. സിരകളെ പിടിപ്പിക്കുന്ന കാമാഗ്നിയിൽ താനിപ്പോൾ വെന്തുപോകുമെന്ന് തോന്നി ദേവിക്ക്. ജയൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ അമർന്നപ്പോൾ അറിയാതെ ദേവിയുടെ ചുണ്ട് വിടർന്നുപോയി. അവനെ സ്വീകരിക്കാനായി. അവളുടെ മേൽചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും ജയൻ മാറി മാറി ചുംബിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ താനേ അടഞ്ഞുപോയി. അവൻ്റെ ചുംബനം തീർക്കുന്ന ആലസ്യത്തിൽ അടിമപ്പെട്ട് കിടക്കുമ്പോൾ അവളുടെ ശരീരത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണവും ജയൻ സ്വന്തമാക്കിയിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകൾ ചാലി തീർത്തുകൊണ്ടിരുന്നു. ജയൻ വേഗം ദേവിയിൽ നിന്നും എഴുന്നേറ്റ് മാറി. ദേവി, നീ കരയുകയായിരുന്നോ? നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ. ദേവി എഴുന്നേറ്റ് ജയൻ്റെ തോളിൽ ചാരിയിരുന്നു. കുട്ടേട്ടൻ്റേതാകാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പക്ഷേ ചിലപ്പോൾ ഞാൻ ദേവേട്ടൻ്റെ ഓർമ്മകൾ എന്നെ തോൽപ്പിച്ച് കളയുമോ എന്ന് തോന്നുന്നു. കുട്ടേട്ടൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ എന്ന് പേടി തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. അതെല്ലാം നിൻ്റെ തോന്നലുകളാണ് ദേവിയെ. നിന്നെ തോൽക്കാൻ ഞാൻ കൂടി അനുവദിക്കണ്ടേ? ജയിപ്പിക്കാൻ ഞാനുള്ളപ്പോൾ എന്തിനാ മോളെ നീ തോൽവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നത്? ജയൻ്റെ വാക്കുകൾ അവൾക്ക് ആത്മവിശ്വാസം നൽകിയെങ്കിലും സംശയങ്ങൾ അവളെ വിട്ടുമാറിയില്ല. ഇതുകൊണ്ടാണ് ഞാൻ മര്യാദയ്ക്ക് മാറിക്കിടന്നത്. അപ്പോൾ പിന്നെ പരാതിയാണ്, തള്ളി മാറ്റുന്നു, വേണ്ടെന്നൊക്കെ. ജയൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കുട്ടേട്ടനെ ഞാൻ വീണ്ടും വീണ്ടും സങ്കടപ്പെടുത്തുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തിനാ ദേവി നീ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുന്നത്? എല്ലാവരും ജീവിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമല്ല. പരസ്പരം മനസ്സിലാക്കി പങ്കിട്ടാൽ മാത്രമേ ഏതൊരു ബന്ധത്തിനും നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. നീ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എപ്പോൾ ആഗ്രഹിക്കുന്നുവോ ആ നിമിഷം ഞാൻ നിന്നെ എൻ്റേതാക്കിയിരിക്കും. അതിനെത്ര സമയം വേണമെങ്കിലും നിനക്കെടുക്കാം. നീ ഇങ്ങനെ അടുത്ത് കിടക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഞാനെല്ലാം മറന്നു പോകും ദേവിയെ. നിൻ്റെ എല്ലാ അർത്ഥത്തിലും അറിയാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിൻ്റെ മനസ്സ് പാകമാകുന്നതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അതിലിനി നിനക്ക് സമയം ആവശ്യമാണെങ്കിൽ ഞാൻ എൻ്റെ കിടത്തം പഴയതുപോലെ ദിവാൻ കോട്ടിലേക്ക് മാറ്റാം. അല്ലാതെ പാൽപ്പായസവും മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റാത്തത് കൊണ്ടാ പെണ്ണേ. കുട്ടേട്ടൻ ഇവിടെ കിടന്നാൽ മതി, എൻ്റെയും മോളുടെയും അടുത്ത്. അത് സമ്മതിക്കില്ല. ജയൻ പുറംതിരിഞ്ഞ് കിടന്നു. ദേവി അവനെ ചുറ്റിപ്പിടിച്ച് അടുത്തേക്ക് ചേർന്നു. ജയൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു വൈകുന്നേരം വരുമ്പോൾ മോളെയും റെഡിയാക്കി നിൽക്കാൻ, പുറത്തേക്ക് പോകാമെന്ന്. അതുകൊണ്ട് തന്നെ ദേവി ജോലിയെല്ലാം നേരത്തെ തീർത്ത് അമ്മയ്ക്ക് ഭക്ഷണവും കൊടുത്ത് മോളും അവളും കഴിച്ച് റെഡിയായി. അപ്പോഴാണ് അയൽപക്കത്തെ സുധച്ചേച്ചി അമ്മയോട് സംസാരിക്കുന്നത് ദേവി കേട്ടത്. അല്ല ചേച്ചി, മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മാസം 8-9 കഴിഞ്ഞില്ലേ? മരുമോൾക്ക് ഇതുവരെ വിശേഷമൊന്നും ആയില്ലേ? സുധച്ചേച്ചിയുടെ ചോദ്യം ദേവിയുടെ നെഞ്ചിലാണ് തറച്ചത്. അത് പിന്നെ സുധേ, മാതുമോൾക്ക് 3 വയസ്സ് കഴിഞ്ഞ് മതിയെന്ന അവരുടെ തീരുമാനം കേട്ടപ്പോൾ എനിക്കും അതാണ് ശരിയെന്ന് തോന്നി. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം എങ്ങനെയാ? പിന്നെ ഇവിടുത്തെ കൊച്ച് ആള് പാവമാണ്. മാതുമോളെ നോക്കുന്നത് കണ്ടാൽ തോന്നുമോ ആ കൊച്ച് ജയൻമോൻ്റെ ഭാഗ്യമാണ് കേട്ടോ. നീ കണ്ണ് വയ്ക്കല്ലേ സുധേ എൻ്റെ പിള്ളേരെ. അയ്യോ ഇല്ല ചേച്ചി, ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ വെറുതെ പറഞ്ഞതാ സുധേ. മഹേശ്വരി അമ്മ അവരെ നോക്കി ചിരിച്ചു. ദേവിക്ക് അമ്മയെ ഫേസ് ചെയ്യാൻ വല്ലാത്ത വിഷമം തോന്നി. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ കേട്ടെന്ന് മഹേശ്വരി അമ്മയ്ക്കും മനസ്സിലായി. മോൾ അവൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കേണ്ട കേട്ടോ. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം മുതലുള്ള ചോദ്യമാണ് വിശേഷമൊന്നും ആയില്ലേ എന്ന്. അമ്മയ്ക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് മോളതോർത്ത് വിഷമിക്കേണ്ട. അവരങ്ങനെ പറഞ്ഞത് ദേവിക്ക് വലിയ ആശ്വാസം തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും മോൾക്കിപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു. ആ സ്ഥിതിക്ക് അമ്മയ്ക്കും ആഗ്രഹം കാണും. എങ്കിലും തന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. വൈകുന്നേരം ജയൻ വരുമ്പോൾ സുധ പറഞ്ഞ കാര്യം മഹേശ്വരിയമ്മ ജയനോട് പറഞ്ഞു. അമ്മ അങ്ങനെ അവളോട് പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ അത് മതി ഇനി വിഷമിച്ചിരിക്കാൻ. കുട്ടാ, അമ്മ ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾക്കിനി ഒരു കുഞ്ഞു വേണ്ട, അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ?
അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ ഒരു തീരുമാനവും ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ. തൽക്കാലം ഞാനും അയാളും മാനസികമായി മറ്റൊരു കുഞ്ഞിന് വേണ്ടി തയ്യാറെടുത്തിട്ടില്ല. അല്ലാതെ വേണ്ടെന്നൊന്നും വെച്ചിട്ടില്ല. ജെയിൻ റൂമിലെത്തുമ്പോൾ കണ്ടു എന്തോ ആലോചനയിലിരിക്കുന്ന ദേവിയെ. കാര്യം എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് ജെയിൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. ദേവിയും ഒന്നും പറയാൻ നിന്നില്ല. ജെയിൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോഴേക്കും അവൾ കിടന്നിരുന്നു. എന്നാൽ അവളുടെ ആ പെരുമാറ്റം ജെയിനെ വേദനിപ്പിച്ചു. രാവിലെ ഓഫീസിൽ പോകാൻ നേരത്തും ദേവി ജെയിനോട് അധികമൊന്നും മിണ്ടിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോഴെങ്കിലും അവൾ എന്തെങ്കിലും ചോദിക്കുമെന്ന് അവൻ കരുതി. പക്ഷെ അതും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാതെ ജെയിൻ ഇറങ്ങിപ്പോയി. ഇന്നലെ മുതൽ താൻ കാണിച്ച അവഗണന കുട്ടേട്ടൻ്റെ സങ്കടമായതുകൊണ്ടാണ് ഇന്ന് തന്നോട് ഇങ്ങനെ കാണിച്ചതെന്ന് ദേവിക്ക് ആശ്വസിച്ചു. വൈകുന്നേരം ജെയിൻ വരുമ്പോൾ ദേവിയെ അവിടെ കണ്ടില്ല. ജെയിൻ നേരെ കിച്ചണിൽ ചെന്ന് മഹേശ്വരി അമ്മയോട് അന്വേഷിച്ചു. അവളും മോളും കൂടി അമ്പലത്തിൽ പോയിരിക്കുകയാണ്. വരാൻ വൈകുമെങ്കിൽ നിന്നോട് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു കൂട്ടാൻ. ജെയിൻ ബുള്ളറ്റ് എടുത്ത് അമ്പലത്തിൽ ചെല്ലുമ്പോൾ ദേവിയും മോളും തൊഴുതു പുറത്തേക്ക് വരുന്നു. അവളെ കണ്ടതും കണ്ണെടുക്കാതെ നോക്കി നിന്നു ജയൻ. കറുത്ത ബ്ലൗസും അതിന് മാച്ചായ കറുത്തകര മുണ്ടും നേരിയതും. ആര് നോക്കി നിന്ന് പോകും? അടുത്ത് വരുന്നത് വരെ നോക്കി നിന്നു. ബുള്ളറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ഗൗരവം ഭാവിച്ചു. ഇന്നലെ മുതൽ അവഗണിച്ചതിൻ്റെ സങ്കടം ദേവിയും കണ്ടു. ജയൻ്റെ മുഖത്തെ ഗൗരവം. അവളും അതത്ര കാര്യമാക്കിയില്ല. വീടെത്തുമ്പോൾ മാതുമോള് അമ്മയ്ക്ക് അമ്പലത്തിൽ നിന്നും കൊണ്ടുവന്ന പ്രസാദം തൊടിവിക്കുന്ന തിരക്കിലായിരുന്നു. ദേവിയും ജയനും റൂമിലേക്ക് പോയി. ജെയിൻ ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചു മാറ്റുമ്പോൾ ദേവി പിന്നിലൂടെ ചെന്ന് അവനെ പുണർന്നു ചുംബിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയിരുന്നില്ലെന്ന് കണ്ടതും മുന്നിൽ ചെന്ന് നിന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജെയിൻ ഗൗരവം വിടാതെ എന്താണെന്ന് ഒറ്റ പുരുകമുയർത്തി ചോദിച്ചു. എൻ്റെ മാതുമോൾക്ക് കൂട്ടായി അമ്പുമോൻ വേണം കുട്ടേട്ടാ. പറച്ചിലിനോടൊപ്പം ഇരു കൈയും കൊണ്ട് മുഖം പൊത്തി നിന്നു. ജെയിൻ അത് കേട്ടത് വിശ്വസിക്കാനായില്ല. എന്താ പറഞ്ഞേ? എനിക്കെൻ്റെ അമ്പുമോനെ വേണം. കണ്ണു നിറഞ്ഞു. വേണം കുട്ടേട്ടാ, എനിക്കൊരു മോൻ വേണം. ജെയിൻ അവളെ വലിച്ച് നെഞ്ചത്തേക്കിട്ട് മുഖം മുഴുവനും ചുംബിച്ചു.